ഹായ്, ഇന്ന് ഞാൻ ഒരു പ്രഷർ കുക്കർ ബിരിയാണിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഒരു അടിപൊളി ചിക്കൻ ബിരിയാണിയാണ്. ഇത് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാം. സാധാരണ ബിരിയാണി ഉണ്ടാക്കുന്ന അത്രയും ടൈം വേണ്ട. പക്ഷേ പ്രഷർ കുക്കർ ബിരിയാണി ഉണ്ടാക്കുമ്പോൾ നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. കൂടെ ആ ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്താൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കും. Please subscribe this channel and press on the bell icon for the latest updates. ഇതുണ്ടാക്കാൻ ആവശ്യമുള്ള സാധനങ്ങൾ: ചിക്കൻ 400 ഗ്രാം, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂൺ, മുളക് പൊടി 2 ടീസ്പൂൺ, കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് പാകത്തിന്, ബസ്മതി അരി 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം, വെളുത്തുള്ളി 7 എണ്ണം, ഇഞ്ചി 1 ഇഞ്ച് പീസ്, സൺഫ്ലവർ ഓയിൽ 4 ടേബിൾ സ്പൂൺ, നെയ്യ് 3 ടേബിൾ സ്പൂൺ, കശുവണ്ടി 10 എണ്ണം, കിസ്മിസ് 2 ടേബിൾ സ്പൂൺ, സവാള 3 എണ്ണം, മല്ലിപ്പൊടി 1 ടീസ്പൂൺ, വയണയില 2 എണ്ണം, കറുവപ്പട്ട 2 ചെറിയ പീസ്, ഗ്രാമ്പു 4 എണ്ണം, ഏലക്ക 4 എണ്ണം, തൈര് 2 ടേബിൾ സ്പൂൺ, പുതിനയില 2 ടീസ്പൂൺ ചെറുതായി അരിഞ്ഞത്, മല്ലിയില 1 ടീസ്പൂൺ, ഗരം മസാലപ്പൊടി 1/2 ടീസ്പൂൺ, ചെറുനാരങ്ങ 1 പകുതി. ഇനി നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ ആദ്യം ചിക്കൻ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുക. ചിലർ കുക്കർ ബിരിയാണി വെക്കുമ്പോൾ ഫ്രൈ ഒന്നും ചെയ്യാതെ തന്നെ ചിക്കൻ അതിലിട്ട് വേവിക്കാറാണ് പതിവ്. പക്ഷേ വെന്ത് വരുമ്പോൾ ചിക്കനിൽ മസാലയൊന്നും പിടിക്കാതെ കളറില്ലാതെ വെളുത്തിരിക്കും. അപ്പോൾ എനിക്കത് ഇഷ്ടമില്ല. അതുകൊണ്ടാണ് ഞാനൊന്ന് ഫ്രൈ ചെയ്തതിന് ശേഷം ബിരിയാണി വെക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 400 ഗ്രാം ചിക്കനാണ് എടുത്തിരിക്കുന്നത്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ചിക്കന് ആവശ്യമുള്ള ഉപ്പ് മാത്രം ചേർത്താൽ മതി. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഒരു 15 മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. അപ്പോഴത്തേക്ക് നമുക്ക് ബിരിയാണി ഉണ്ടാക്കാനുള്ള അരി ഒന്ന് കുതിരാൻ വയ്ക്കണം. ഒരു 30 മിനിറ്റ് കുതിരാൻ വേണ്ടിയിട്ട് മാറ്റി വയ്ക്കണം. ഇനി നമുക്ക് 3 പച്ചമുളകും 1 കഷ്ണം ഇഞ്ചിയും 7 വെളുത്തുള്ളിയും കൂടെ നല്ല പോലെ അരച്ചെടുക്കുക. മാക്സിമം വെള്ളം കുറച്ച് വേണം അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ 15 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പാൻ വയ്ക്കുക. 4 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നത്. ഇഷ്ടമുള്ള ഓയിൽ യൂസ് ചെയ്യാം. കൂടുതൽ ഓയിൽ ഒഴിക്കേണ്ട. ഇത് നമ്മൾ നല്ലപോലെ ഫ്രൈ ചെയ്തൊന്നും എടുക്കണില്ല. ഒന്ന് മസാല പിടിക്കണം. ഒരു 5 മിനിറ്റ് ഒരു ഭാഗം ഫ്രൈ ചെയ്യാം. എന്നിട്ട് നമുക്ക് മറിച്ചിടാം. ഇപ്പോൾ 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം. നല്ല പോലെ മുരിഞ്ഞൊന്നും വരണ്ട. ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് വന്നാൽ മതി. ബാക്കി നമ്മൾ കുക്കറിലിട്ട് വേവിക്കുമല്ലോ. ഇനി ഈ ഭാഗവും 5 മിനിറ്റ് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പം 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കൻ വേറൊരു പാത്രത്തിലോട്ട് മാറ്റി വയ്ക്കാം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ ചിക്കൻ ഇതിലോട്ട് ഇടും. പിന്നെ അരി വെന്ത് വരാനുള്ള സ്പേസ് എല്ലാം കൂടെ നോക്കിയിട്ട് വേണം കുക്കർ എടുക്കാൻ വേണ്ടിയിട്ട്. വലിയ കുക്കർ എടുക്കുന്നതായിരിക്കും നല്ലത്. ഞാനിപ്പോൾ ഇവിടെ 5 ലിറ്ററിൻ്റെ കുക്കറാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ അത്രയും വലിയ കുക്കറിൻ്റെ ആവശ്യമില്ല. പക്ഷേ എൻ്റെ കയ്യിൽ വേറെയുള്ള കുക്കർ 2 ലിറ്ററിൻ്റെ ആണ്. പക്ഷേ അതിൽ ശരിയാവില്ല. അതുകൊണ്ടാണ് ഞാൻ 5 ലിറ്ററിൻ്റെ കുക്കർ എടുത്തത്. ഇനി ഇതിലോട്ട് 3 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഇനി ഞാൻ 10 അണ്ടിപ്പരിപ്പ് ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. ഇതൊന്ന് കളർ മാറി വരുന്നവരെ ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇതിലോട്ട് 2 ടേബിൾ സ്പൂൺ കിസ്മിസ് ചേർത്ത് കൊടുക്കുക. കിസ്മിസും നല്ലപോലെ ഫ്രൈ ചെയ്ത് മാറ്റുക. ഇനി ഇതിലോട്ട് നമ്മൾ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള വെളുത്തുള്ളി പച്ചമുളകും ഇഞ്ചിയും കൂടെ ഉള്ള പേസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഫ്ലെയിം ലോയിലാക്കിയിട്ടിട്ട് ഇതിലെ വെള്ളം നല്ലപോലെ വറ്റിച്ചെടുക്കണം. അതായത് ഇതിൻ്റെ പച്ചമണമൊക്കെ അപ്പം മാറി വരും. ഇപ്പോൾ വെള്ളമൊക്കെ വറ്റിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 2 സവാള നീളത്തിൽ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക.
നന്നായിട്ട് ഇളക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇപ്പം നിങ്ങൾക്ക് എണ്ണ കുറവാണ് എന്ന് തോന്നിയാൽ നേരത്തെ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തില്ലേ എണ്ണ, അതിൻ്റെ ബാക്കി ഇതിലോട്ട് ഒഴിച്ചു കൊടുത്താൽ മതി. ഇപ്പം നെയ്യ് തന്നെ ഇടണമെങ്കിൽ നെയ്യ് ഒഴിച്ചാലും മതി. മറ്റേതാകുമ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയാകുമ്പോൾ ചിക്കൻ്റെ കുറച്ച് ടേസ്റ്റും കൂടെ വരും. അത് നമുക്ക് ഇതിലോട്ട് ഒഴിച്ചാൽ മതി. ഇനി ഉള്ളി നല്ല വഴന്നു വരണം, അതുവരെ വേവിക്കാം. ഇപ്പോൾ ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ട് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക, 2 വയണയില ചേർത്ത് കൊടുക്കുക, 1 ഇഞ്ച് വലിപ്പമുള്ള 2 പട്ട ചേർത്ത് കൊടുക്കുക, 4 ഗ്രാമ്പു ചേർത്ത് കൊടുക്കുക, 4 ഏലക്ക ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി 2 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇനി 2 ടീസ്പൂൺ പുതിനയില ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ മല്ലിയില അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലോട്ട് നമുക്ക് വെള്ളം ചേർക്കണം. ഞാനിവിടെ 1 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വെള്ളം 1.5 കപ്പും പിന്നെ കുറച്ച് കൂടുതലും, അതായത് 1.25 കപ്പിനേക്കാളും കുറച്ച് കുറവ്, അത്രയും വെള്ളമാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ കണക്കെന്ന് പറഞ്ഞാൽ 3 ഗ്ലാസ് അരിക്ക് 5 ഗ്ലാസ് വെള്ളം. അപ്പോൾ അതിൻ്റെ റേഷ്യോ വെച്ചിട്ടാണ് 1 ഗ്ലാസ് അരിക്ക് 1.5 കപ്പിനേക്കാളും കുറച്ച് കൂടുതൽ വെള്ളം വയ്ക്കുക. വെള്ളം കൂടി പോകരുത്, കുറഞ്ഞും പോകരുത്. ഇപ്പം ഞാൻ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുക. ഗരം മസാലപ്പൊടിയുടെ ടേസ്റ്റ് കുറവാണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം. ഇനി നല്ലപോലെ മിക്സ് ചെയ്യുക. ഇനി ഞാൻ ഇതിലോട്ട് 1/2 മുറി നാരങ്ങയുടെ നീര് ചേർത്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് കുറച്ച് കൂടി നിൽക്കണം, ഭയങ്കര കൂടിയല്ല നിൽക്കാണ്ട് കുറച്ച് കൂടി നിൽക്കുക. എന്നാലേ നമ്മൾ അരിയും കൂടെ ഇട്ട് ഇതിൽ വേവിക്കുകയാണ്. അപ്പോൾ ലാസ്റ്റ് എല്ലാ ഉപ്പും കൂടെ കറക്റ്റായിട്ട് വരുള്ളൂ. നല്ല കൂടി പോകരുത്, കുറച്ച് കൂടുതൽ ഉപ്പിടണം. ഇപ്പോൾ വെള്ളം തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ്റെ പീസ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. ഇപ്പം നല്ലപോലെ തിളച്ചു തുടങ്ങി. ഇനി ഇതിലോട്ട് നേരത്തെ കുതിരാൻ വേണ്ടി വെച്ചിരുന്ന അരി കഴുകി ഇട്ട് കൊടുക്കുക. സാവധാനം ഇളക്കി കൊടുക്കണം, അരി പൊടിഞ്ഞു പോകരുത്. ഇനി നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിരുന്ന അണ്ടിപ്പരിപ്പിൻ്റെയും കിസ്മിസിൻ്റെയും പകുതി ഇട്ട് കൊടുക്കുക. ഞാൻ നേരത്തെ ഒരു സവാള കൂടി ബ്രൗൺ കളറിൽ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതിൻ്റെ പകുതി കൂടി ചേർത്ത് കൊടുക്കുക. ഇനി ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഇനി ഫ്ലെയിം മീഡിയത്തിലാക്കി വയ്ക്കുക. നമ്മൾ ഇത് ചെയ്യുമ്പോൾ വേറൊരു ജോലിക്കും പോകരുത്, ഇവിടെ തന്നെ നിൽക്കുക. വിസിൽ വന്ന ഉടനെ നമ്മളത് ഓഫ് ചെയ്യണം. കുറച്ച് നേരം കഴിഞ്ഞാൽ അരി വെന്ത് പോവും. അപ്പം ഒരു വിസിൽ വന്നിട്ടുണ്ട്, ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തു. ഇനി ഈ സ്റ്റൗവിൽ വയ്ക്കണില്ല, ഞാൻ മാറ്റി വയ്ക്കുകയാണ്. കാരണം ഈ ചൂട് കൊണ്ട് അരി വെന്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അപ്പുറത്തെ സ്റ്റൗവിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് ഇത് ആവി പോകാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ആവി പോയ ഉടനെ തുറക്കണം. ഒരു 10-15 മിനിറ്റ് ആവി പോകാൻ എടുക്കുള്ളൂ. അപ്പോൾ അതിനേക്കാളും കൂടുതൽ വയ്ക്കരുത്, എന്നാൽ അരി വെന്ത് പോവും. ആവി പോയ ഉടനെ തുറന്നെടുക്കുക. ഇപ്പോൾ ആവിയൊക്കെ പോയിട്ടുണ്ട്, ഞാൻ തുറന്നിട്ടുണ്ട്. വെള്ളമൊക്കെ കറക്റ്റായിട്ടാണ് വച്ചിരുന്നത്. കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അരിയും നല്ലപോലെ വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമ്മൾ തവി കൊണ്ട് ഇതിൽ ഇളക്കരുത്, കാരണം എല്ലാം കൂടെ മിക്സായി പോവും. ഫോർക്ക് കൊണ്ട് ഒന്ന് ഇളക്കുക. ഞാനിപ്പോൾ ഇത് എല്ലാം ഒരു പാത്രത്തിലോട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നേരത്തെ മാറ്റി വെച്ചിരുന്ന പകുതി അണ്ടിപ്പരിപ്പും കിസ്മിസും ഉള്ളി വറുത്തതും കൂടെ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ കുക്കർ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. ഭയങ്കര ടേസ്റ്റാണ്, നല്ല മണമൊക്കെ വരുന്നുണ്ട്. ഈസിയാണ്, കാണാനും നല്ല ഭംഗിയില്ലേ. അപ്പം നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കുക.
അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ചെയ്താൽ നല്ല അടിപൊളി കുക്കർ ബിരിയാണി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക. ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും ചെയ്യുക. കൂടുതൽ റെസിപ്പികൾക്കായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഹായ് ഫ്രണ്ട്സ്, താങ്ക്സ് ഫോർ വാച്ചിങ്. ഈ റെസിപ്പി ഇഷ്ടമായെങ്കിൽ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യൂ. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. പുതിയ റെസിപ്പീസ് ഉടനെ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ.